OnePlus Pad 2, അതായത് അവരുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ടാബ്ലറ്റിന്റെ സെക്കൻഡ് ജനറേഷൻ. ഇതിന്റെ ഫസ്റ്റ് ജനറേഷന്റെ വീഡിയോയും നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രോബ്ലത്തിന് ശേഷം ഇപ്പോൾ OnePlus ഫോണുകളിൽ മദർ ബോർഡ് അടിച്ചു പോകുന്ന ഒരു പ്രശ്നം കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി OnePlus ഫോണുകൾ ഇൻക്ലൂഡിങ് ഈ വരുന്ന മെറ്റൽ സീരീസ്, ഇത് അത്യാവശ്യം നല്ല ഫോണാണ്, ഇതിൻ്റെ ഒരു റിവ്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ OnePlus ഫോണുകളുടെ അടക്കം സെയിലിനെ അത് ബാധിക്കാനുള്ള സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. എനിവേ നമുക്ക് തൽക്കാലം ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താം. ഇത് കഴിഞ്ഞ മാസം, അതായത് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതല്ല, സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇതിൻ്റെ ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം പച്ച കളറിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു ഗ്രേ കളറിലാണ് വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ക്യാമറ മൊഡ്യൂള് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു റിയർ ക്യാമറ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വരുന്ന രീതിക്കാണ്, സെൽഫി ക്യാമറ തൊട്ട് പുറകിലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. സോ ഇതിൻ്റെ പവർ ബട്ടൺ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ 584 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും ഇത് നമുക്കിങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്രയും ഹെവി ഫീല് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ 3.5 mm ഓഡിയോ ജാക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 12.1 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂല് അടിപൊളിയാണ്. നമുക്കിവിടെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതേപോലെ ഡോൾബി വിഷൻ്റെ HDR10+ അങ്ങനെ എല്ലാവിധ സർട്ടിഫിക്കേഷനും ഈ ഒരു ഡിസ്പ്ലേയിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കണ്ടന്റ് കാണുമ്പോഴാണെങ്കിലും, അത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ 4K ക്വാളിറ്റിയിൽ HDR ക്വാളിറ്റിയിൽ നമുക്ക് കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കും. ആ കണ്ടന്റുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഓഡിയോ സൈഡാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഇല്ല, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്കിവിടെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ കാര്യത്തിൽ വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, 6 സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലനായിരുന്നു, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണല്ല അല്ലേ, ചെവി അടിച്ചു പോകുന്ന ഒരു ക്വാളിറ്റി ആയിരുന്നു ശരിക്കും ഫസ്റ്റ് ജനറേഷൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് കിട്ടിയിരുന്നത്. അതിനേക്കാളും ഒരു പടി മുകളിലാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ലൗഡാണ്, ഭയങ്കര ക്ലാരിറ്റിയാണ്. സിനിമ ഒക്കെ നമുക്ക് കാണുമ്പോൾ കൂടി ആ ഒരു വോക്കലിൻ്റെ ക്വാളിറ്റി, ആ സൗണ്ടുകളുടെ ക്വാളിറ്റി ഒക്കെ, ആ ഒരു സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ എടുത്തറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ മൾട്ടിമീഡിയയുടെ പോയിന്റ് ഓഫ് വ്യൂല് ഇത് പുലിക്കുട്ടി തന്നെയാണ്, ഒരു സംശയവുമില്ല. ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും ഓഡിയോ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. 13 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ സെൻസറാണ് ഇവിടെ വരുന്നത്. നമുക്ക് മറ്റ് ടാബ്ലറ്റുകളെ അപേക്ഷിച്ചുകൊണ്ട് 4K ഔട്ട്പുട്ട് വരെ നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഒരു ഫ്ലാഷ് കൂടി വരുന്ന സമയത്ത് അത്യാവശ്യം ഇരുട്ടാണെന്നുണ്ടെങ്കിലും ഒരു ഒരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഒരു പേപ്പർ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ അത്തരത്തിലുള്ള പർപ്പസൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ടാബ്ലറ്റ് ആണ്, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ആരും യൂസ് ചെയ്യില്ല. അത്യാവശ്യം വേണ്ട വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഡോക്യുമെന്റ് സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് അടിപൊളി തന്നെയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത് 8 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ സെൻസർ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നത് മാക്സിമം ഫുൾ HD ആണ്. 1080 മാത്രമായിരിക്കും നമുക്ക് ഇതിന്റെ സെൽഫി വീഡിയോ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഫോട്ടോസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ജസ്റ്റ് കാഷ്വൽ ഫോട്ടോസ് എടുക്കാമെന്ന് മാത്രമല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും ഇവിടെ പറയാനായിട്ടില്ല. നമുക്ക് സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ അത്ര പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സ്റ്റെബിലിറ്റിയും അവിടെ കുറവ് തന്നെയാണ്. പക്ഷെ ഒരു വീഡിയോ കോളിൻ്റെ പർപ്പസിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ വാട്സാപ്പ് ആണെങ്കിലും ടീംസ് മീറ്റിംഗ്, അതേപോലെ ഗൂഗിൾ മീറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വൈഡായിട്ട് നമ്മുടെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ കൂടി കാണുന്ന രീതിക്ക് 1-2 ആളുകൾ നിന്നാലും കൂടി നല്ല രീതിക്ക് തന്നെ എടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് നല്ല യൂസ് ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സെൽഫി ക്യാമറ നമുക്ക് തരുന്നത്. അതായത് വീഡിയോ കോളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് സൂപ്പർ ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആൻഡ് ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഇതിൽ OnePlus കൊടുത്തിട്ടുള്ളത്. ഏകദേശം 19 ലക്ഷത്തോളം AnTuTu സ്കോറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ എത്ര വലിയ ഹെവി പർപ്പസ് ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കിയാലും നല്ല രീതിക്ക് തന്നെ അത് എടുത്തു പോകുന്നുണ്ട്. ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ആവുന്നുണ്ട്. ഈ ഒരു പുറകുവശമൊക്കെ നല്ല പോലെ ചുട്ടുപഴുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത്
അത് അത്ര പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നേരം ഹീറ്റ് അവിടെ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ വാമായി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്. താനും എഡിറ്റിംഗ് കഴിഞ്ഞ് 4K റെൻഡറിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു പർപ്പസ് കഴിഞ്ഞ് ഔട്ട് കഴിഞ്ഞ് ആ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യണതോടുകൂടിയിട്ട് തന്നെ ആ ഒരു ചൂടും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഫോൺ ഈ ഒരു ടാബ്ലറ്റ് ഹാങ് ആവുക, സ്റ്റക്കായി നിൽക്കുക, അല്ലെങ്കിൽ ഹീറ്റായിട്ട് തൊടാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിൽ നിന്ന് വരുന്നില്ല. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ BGMI ഒക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ സ്റ്റക്കാവുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ അവിടെ കിട്ടുന്നില്ല. പക്ഷെ ഒരു ടാബ്ലറ്റിൽ എത്ര ആളുകൾ കളിക്കും എന്നുള്ളത് ശരിക്കും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. 1-2 ഫ്രണ്ട്സ് എൻ്റെ ഇതിൽ കളിച്ച് നോക്കിയിട്ട് അവർ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ആസ്ഫാൾട്ട് ലെജൻഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് അവിടെ പിന്നെ വിരലിൻ്റെ ആവശ്യം ഭയങ്കര കുറവാണല്ലോ. സോ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഗ്രാഫിക്കോട് കൂടിയിട്ട് നമുക്കിവിടെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം GPU വരുന്നത് Adreno 750 ആണ് വരുന്നത്. സോ മൊത്തത്തിൽ നല്ലൊരു പെർഫോമൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ഓക്സിജൻ OS 14.1 ആണ് വരുന്നത്. എനിക്ക് സോഫ്റ്റ്വെയറിൻ്റെ സൈഡിൽ ഒരു നെഗറ്റീവ് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് വരുന്നത്. അതായത് സ്പ്ലിറ്റ് സ്ക്രീൻ വരുന്നുണ്ട്, ഒരേ സമയം 3 സ്ക്രീനുകൾ ഉപയോഗിക്കാൻ പറ്റും, നമ്മളുടെ ഫോണിൻ്റെ സ്ക്രീൻ ഇതിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന 1-2 ചെറിയ കാര്യങ്ങൾക്കപ്പുറം മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന കാര്യത്തിലോട്ട് വരുമ്പോൾ സാംസങ്ങിനെ അപേക്ഷിച്ച്, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സാംസങ്ങിൻ്റെ ടാബ്ലറ്റുകളും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഐപാഡുകൾ അവൈലബിൾ ആണ്. മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം ഇച്ചിരി കുറവാണ് എന്നുള്ളത് മാത്രം. പിന്നെ ഇതിൽ നമുക്ക് സ്റ്റൈലസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. മാജിക് കീബോർഡ് എന്ന് പറയുന്ന ഇവരുടെ സ്വന്തം കീബോർഡ് വരുന്നുണ്ട്. അതൊക്കെ അഡീഷണൽ പൈസ കൊടുത്ത് വാങ്ങണം കേട്ടോ. സ്റ്റൈലസിന് ഏകദേശം 5000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്, കീബോർഡിന് ഏകദേശം 8000 രൂപയോളം വരുന്നുണ്ട്. സോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ആ ഒരു ഈക്കോ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു മാത്രം. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നമുക്കിവിടെ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നില്ല. പവർ ബട്ടൺ വരുന്നുണ്ട്, ഒരു നോർമൽ പവർ ബട്ടൺ മാത്രമായിട്ടാണ് വരുന്നത്. അവിടെ ആ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിരുന്നെങ്കിൽ നന്നായേനെ. ഓക്കെ, പിന്നെ ഈ ഒരു ടാബ്ലറ്റ് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് അൺലോക്ക് നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഏത് ആംഗിളിൽ ഇരുന്നാൽ കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്ത് ഈ ഒരു ടാബ്ലറ്റ് അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ നമ്പർ ലോക്ക് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ 9510 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അതിന് നമുക്ക് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 80 മിനിറ്റ് ആണ് OnePlus പറയുന്നത് ഇത് 0 to 100 ഫുൾ ചാർജ് ആവാനായിട്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത്രയും സമയം എടുത്തിട്ടില്ല. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും 1 മണിക്കൂർ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ഫുൾ ചാർജ് ആയി കിട്ടുന്നുണ്ട്. അതേപോലെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഒന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം 50% ചാർജ് എത്തുന്നുമുണ്ട്. അങ്ങനെ ചാർജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ഡിസ്ചാർജ് ആയി പോകുന്നില്ല. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്ക്രീൻ ഓൺ ടൈം OnePlus പറയുന്നത് ഏകദേശം 10 മണിക്കൂറോളം കിട്ടും എന്നുള്ളതാണ്. എൻ്റെ ഒരു യൂസേജിൽ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം ഞാൻ 1-2 സിനിമകൾ കണ്ടു, 1-2 വീഡിയോസ് എഡിറ്റ് ചെയ്തു. സ്റ്റിൽ എനിക്കൊരു ഏകദേശം 42% ബാറ്ററി പെർസെൻറ്റേജ് അവിടെ, ബാറ്ററി ബാക്കപ്പ് അവിടെ ബാക്കിയുണ്ടായിരുന്നു. സോ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ അഡാപ്റ്ററും കേബിളും ബോക്സിൻ്റെ ഉള്ളിൽ OnePlus തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ബാറ്ററിയുടെ സൈഡും അടിപൊളി തന്നെയാണ്. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ അതോ നമ്മൾ കേട്ടതിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നറിയില്ല, അവിടെ കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവരിത് സെല്ലുലാർ വേരിയൻ്റ് ആണ് എന്നുള്ള രീതിക്കാണ് ഇത് മാർക്കറ്റ് ചെയ്തിരുന്നത്. ആക്ച്വലി ഇതിൻ്റെ സെല്ലുലാർ വേരിയൻ്റ് വരുന്നില്ല. നമ്മളുടെ കയ്യിൽ മറ്റൊരു OnePlus ഫോൺ കൂടി വേണം. ആ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ID യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യണം. അതുകൂടാതെ ഏകദേശം 10 മീറ്ററിനുള്ളിൽ ഈ 2 ഡിവൈസുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോണിൽ ഡാറ്റ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ആ ഒരു ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ കാണാനും വായിക്കാനും ഈവൻ റിപ്ലൈ കൊടുക്കാനും, കോൾ വന്നു കഴിഞ്ഞാൽ കോൾ ആൻസർ ചെയ്യാൻ വരെ 10 മീറ്റർ റേഡിയസിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡിലുണ്ട്. അതല്ലാതെ ഇതിൽ നമുക്ക് സിം ഇടാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ Wi-Fi 7ൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 വരുന്നുണ്ട്. NFC വരുന്നില്ല, IR ബ്ലാസ്റ്റർ വരുന്നില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് Wi-Fi ആണ്, അല്ലെങ്കിൽ പിന്നെ സെല്ലുലാർ നെറ്റ്വർക്ക് ആണ്. അത് പിന്നെ ഓപ്ഷൻ ഇവിടെ വരുന്നില്ല. Wi-Fi സ്റ്റേബിൾ ആണ്, ബ്ലൂടൂത്തും അത്യാവശ്യം നല്ല പോലെ സ്റ്റേബിൾ ആണ്.
നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ OnePlusന്റെ ബഡ്സ് 2R ആണ് ഞാനിതിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തത്. ഇത് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കുന്ന സമയത്താണെങ്കിലും സിനിമ കാണുന്ന സമയത്താണെങ്കിലും ഈവൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. USB Type C 3.2 ആണ് OnePlus ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ Type Cയിൽ വരുന്ന ആക്സസറീസ് കണക്ട് ചെയ്യാനും അതുകൂടാതെ ഈ ഒരു Type C യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഡിസ്പ്ലേയിലോട്ട് ഇതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാനും ഈ ഒരു പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സോ കണക്ടിവിറ്റിയുടെ സൈഡിൽ അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ആ പറയുന്ന സിം ഇടാനുള്ള ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായേനെന്നാണ് ഒരഭിപ്രായം. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട്, ഡിസ്പ്ലേ ക്വാളിറ്റി, അതേപോലെ ഇതിൻ്റെ പെർഫോമൻസ്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ എന്ന് തോന്നിയത് ഇതിൻ്റെ മൾട്ടി ടാസ്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. അതേപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അതുകൂടി കൊടുക്കാമായിരുന്നു. കാരണം 40,000 രൂപ പ്രൈസ് വരുന്നത് കൊണ്ട് തന്നെ അത് കൊടുക്കാമായിരുന്നു. അതിവിടെ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇത് യൂസ് ചെയ്യാന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല. ഭയങ്കരമായിട്ടുള്ളൊരു ഓവർ വെയിറ്റ്, ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിൻ്റെ നെഗറ്റീവ് സൈഡിൽ പറയാനായിട്ടുള്ളത്. മൾട്ടിമീഡിയ ആവശ്യങ്ങൾക്കും അതേപോലെ നല്ല പെർഫോമൻസ് തരുന്ന ഒരു ടാബ്ലറ്റ് ആണ്. നിങ്ങളുടെ ബഡ്ജറ്റ് 40,000 രൂപയുടെ ആ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ആണ് OnePlus Pad 2 എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബോർഡ് അടിച്ചു പോവോ, ഡിസ്പ്ലേയിൽ ലൈൻ എന്തായാലും വരില്ല, കാരണം LCD ഡിസ്പ്ലേ ആണ്. ബോർഡ് അടിച്ചു പോവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്കൊരു ഗ്യാരണ്ടിയും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു OnePlus Padനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഏതെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.